ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബൈ രാജി. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. സൺഡേയിൽ ഞങ്ങൾ 3 പേരുടെ ചുമ്മാ ഒന്ന് കറങ്ങാനെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണേ. ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ തൊട്ട് കുഞ്ഞുമണീസ് 2 പേരും വഴക്കാണ്, നമുക്ക് ഓറിയമാൾ വരെ പോകാം, ചുമ്മാ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. പക്ഷേ സാറ്റർഡേയിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വാക്ക് കൊടുത്തായിരുന്നു നമുക്ക് സൺഡേ ഈവനിങ് പോകാമെന്നേ. അപ്പോൾ സൺഡേ പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ തൊട്ട് കൊച്ചാൾ ബഹളമാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ ഒരു ടൈമിൽ പോകണ്ട, നമുക്ക് ഈവനിങ് ആയിട്ട് പോകാം, എന്നിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു 6 o'clock ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയ സമയം തൊട്ട് കൊച്ചാൾ ഒരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. എന്താണെന്നൊക്കെ ചോദിച്ചപ്പം ആൾക്ക് പേരിന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതി കേട്ടോ. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നമുക്കിത് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കുകയില്ല. അങ്ങനെ 2 പേരെയോടെ ഒരുക്കി റെഡിയാക്കി. അത്യാവശ്യം നല്ലൊരു തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു സ്വെറ്റർ ടൈപ്പിൽ തണുപ്പൊക്കെ ഒന്ന് മാറുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. നേരെ കൊണ്ടുവന്ന് പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നമ്മുടെ സ്കൂട്ടി എന്നും വെക്കുന്നിടത്ത് തന്നെ വെച്ചു. ഭാഗ്യത്തിന് ഞങ്ങൾ അവിടേക്ക് വന്നപ്പോൾ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ഥലം കിട്ടിയായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ എവിടെ വെച്ചേനെ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ വന്നങ്ങോട്ട് നിന്നപ്പോഴാണ് ഒരാൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ സ്കൂട്ടി വെക്കാനുള്ള സ്ഥലം കിട്ടി കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കുഞ്ഞുമണീസിനെ വിളിച്ചുകൊണ്ട് നേരെ ഓറിയമാളിലോട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ കൂടുതലും ക്യാമറ കൈകാര്യം ചെയ്തത് വലിയാളായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ വന്ന് ഇവിടെ ഇറങ്ങുന്നിടം വരെയുള്ള ക്യാമറ എല്ലാം പിടിച്ചത് വലിയാളെയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹെൽമെറ്റൊക്കെ ഊരി അവിടെ തന്നെ വെച്ചു. കാരണം അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടോട്ട് മുകളിലോട്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഹെൽമെറ്റെല്ലാം ഊരി അതിനകത്ത് വെച്ചിട്ടാണ് അവിടുന്ന് പോയത്. സന്ധ്യ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. സത്യം പറഞ്ഞാൽ കുഞ്ഞുമണീസിനെയും കൊണ്ട് അതിലെ പോകാൻ തന്നെ പാട് തോന്നി. കാരണം അവിടെ ആണെങ്കിൽ ഒരു സൈഡിലായിട്ട് വാട്ടർമെലനൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു കോണിയിൽ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്, നമുക്ക് അവരെയും കൊണ്ട് നടക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ നടന്ന് ഓറിയമാളുടെ ഫ്രണ്ടിലെത്തി. സത്യം പറഞ്ഞാൽ ഇവിടെ വരാനുള്ള വഴക്കുണ്ടാക്കാൻ കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ പോയപ്പോൾ ഇവിടെ കുറേ സ്റ്റോളൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നു ഇവർ കേട്ടോ. അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പോകാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു, ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അവരെ ഇവിടെ വരുത്തിച്ചത് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ കുറച്ച് സ്റ്റോളുണ്ട്, എന്ത് വന്നൊന്നും വ്യക്തമായിട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ച് വന്നിട്ട് അവിടെ എന്താണെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു മോഡൽ അവിടെ ഇരിക്കുന്നത് കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള ഒരു മോഡൽ അവർ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് കേട്ടോ. അവിടെ പോയി അതൊക്കെ ഒന്ന് നോക്കി വെച്ച് ഞങ്ങൾ തിരിച്ച് നേരെ മേളിൽ വന്നു കേട്ടോ. മേളത്തെ അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നപ്പം അവിടെ ഒരാൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിരിക്കുന്നു, ഒരു റാമ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നോക്കി അവിടെ കുറേ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. ആ സ്റ്റോളിലും എല്ലാം പോയി നോക്കി വെച്ച് ഞങ്ങൾ നേരെ R&B എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഷോപ്പ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അച്ചാച്ചനെയും കൊണ്ട് വന്നപ്പോൾ തന്നെ അവിടെ കണ്ടിട്ട് നമുക്ക് കയറണമെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. ഏകദേശം നമ്മുടെ മാക്സ് സ്റ്റുഡിയോ പോലൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട്, നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് കുഞ്ഞുമണീസിന് ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് അവിടെ നല്ലൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഡിസ്കൗണ്ടിൽ നമ്മൾ അവർക്ക് 2 പേർക്കും ഷൂ ഒക്കെ വാങ്ങി നേരെ തിരിച്ച് വീണ്ടും ഈ റാമ്പിൻ്റെ അവിടോട്ട് ഈ ഒരു സ്റ്റേജിൻ്റെ അവിടോട്ട് വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു ഫാഷൻ ഷോ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് അത് ആങ്കർ ചെയ്യുന്ന ആൾ നല്ല എനർജറ്റിക് ആയിട്ട് നിന്ന് എല്ലാവരെയും ഇങ്ങനെ വിളിക്കുകയും പറയുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മോള് എല്ലാവർക്കും ബലൂൺ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു റിപ്പബ്ലിക് ഡേ കേട്ടോ. അങ്ങനെ 2 എണ്ണം എൻ്റെ കുഞ്ഞുമണീസിനും കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം എന്താണ് ആ ഫാഷൻ ഷോ എന്ന് കാണാൻ വേണ്ടി നിന്നപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാൾ വന്നത് നമ്മുടെ ഒരു മലയാളം ദേശഭക്തിഗാനം പാടി കേട്ടോ. അവിടെ നിന്നപ്പോൾ അവർ വീണ്ടും കുട്ടികളെ കുറേ പേരെ വരാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞുമണീസിന്റെ ബലൂൺ എൻ്റെ തന്നിട്ട് അവർ ആ സ്റ്റേജിലോട്ട് പോയി കേട്ടോ. ഇവിടെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. നമ്മുടെ മേളിലുള്ള വീട്ടിൽ പണി നടക്കുകയാണ്, അതിൻ്റെ ഡ്രില്ലിങ്ങിൻ്റെ സൗണ്ട്, പിന്നെ ഈ റോഡിൽ കൂടെ ഓരോന്ന് വിറ്റിട്ട് പോകുന്ന ആൾക്കാരുടെ സൗണ്ടൊക്കെ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്തുണ്ട് കേട്ടോ. അപ്പം നിങ്ങളത് കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആ ആങ്കർ അടുത്തുനിന്ന് പുള്ളി ഭയങ്കര എനർജറ്റിക് ആയിരുന്നു കേട്ടോ. അവർക്കൊരു പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അങ്ങനെ ദേ കുഞ്ഞുമണീസ് ഡാൻസ് കളിക്കുകയാണ്. വയ്യാന്നൊക്കെ പറഞ്ഞു വന്ന ആളും നന്നായി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അവർ എൻജോയ് ചെയ്ത കൂട്ടത്തിൽ ഞങ്ങൾ പേരൻസും നന്നായി എൻജോയ് ചെയ്തു. അതിൻ്റെയാണ് നീ വീഡിയോ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് നിങ്ങൾ കണ്ടത് കേട്ടോ. ആ പാട്ട് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആൾ പറഞ്ഞു എല്ലാവരും സ്റ്റാച്ചു ആയിട്ട് നിൽക്കണമെന്ന് കേട്ടോ. അങ്ങനെ അവർ സ്റ്റാച്ചു ആയിട്ട് നിന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ആൾ സ്റ്റേജിന് വെളിയിലേക്ക് ഇറക്കാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. കൊച്ചു കുട്ടികൾക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. പുള്ളി പറഞ്ഞ പോലൊക്കെ അവർ ചെയ്തു, അവരെ സ്റ്റേജിന് വെളിയിൽ ഇറക്കി. പക്ഷേ പേരൻസിന് ഹെൽപ്പ് ചെയ്യായിരുന്നു, ചെയ്യല്ലെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. എൻ്റെ കൊച്ചാളോടും ചോദിച്ചു, ആളോട് ഞാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ അനങ്ങാതെ തന്നെ നിന്ന് അത് കീപ്പ് ചെയ്ത് കേട്ടോ. ആ ഒരു സ്റ്റാച്ചു മോഡൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദേ ആളോട് ചോദിക്കുകയാണ്, ആൾ അനങ്ങാതെ നിപ്പുണ്ടായിരുന്നു, നന്നായി ചെയ്തു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും സ്റ്റേജിന് വെളിയിലൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അവർ നേരെ അവരുടെ ഫാഷൻ ഷോ സ്റ്റാർട്ട് ചെയ്തേ. റാംപോക്ക് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും കൊച്ചാൾ എനിക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞപ്പോഴേക്കും ആള് ഒമിറ്റ് ചെയ്തു കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു കരഞ്ഞപ്പോൾ ചുമ്മാ പറയുമായിരിക്കുന്നു കേട്ടോ, കാരണം ഡാൻസ് ഒക്കെ കളിച്ചിട്ട് നിന്ന ആളല്ലേ. പക്ഷെ പെട്ടെന്ന് ആൾ ഒമിറ്റ് ചെയ്തു. ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടെന്നൊന്ന് പാനിക്കായി പോയായിരുന്നു. പിന്നെ പെട്ടെന്ന് ആളെ കൂട്ടി നേരെ വാഷ്റൂമിൽ കൊണ്ടുപോയി എല്ലാം ഒന്ന് കഴിച്ചു. ഞാൻ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആൾ ഓക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞു ഇനി നമുക്കിവിടെ നിൽക്കേണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന്. പക്ഷേ ആൾ സമ്മതിക്കുന്നില്ല, ആൾക്ക് അവിടെ നിൽക്കണം, മേളിൽ പോകണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ നമുക്ക് സാരമില്ല, നമുക്ക് ഇനിയിപ്പോൾ ഛർദ്ദിച്ച സ്ഥിതിക്ക് ഫുഡൊന്നും കഴിക്കണ്ട, നമുക്ക് പോയി വീട്ടിൽ പോയി കഞ്ഞിയൊക്കെ ഉണ്ടാക്കാം, അമ്മ പൊടിയരി വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ താഴെ പോയി ആ ഇരിക്കുന്നിടത്ത് കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് ഞാൻ നേരെ ബസാറിൽ കയറി അവിടുന്ന് പൊടിയരി വാങ്ങി. പിന്നെ കുറച്ച് സാധനം ഉണ്ടായിരുന്നു, കുറച്ച് പാലും ബട്ടറും ചീസും ഒക്കെ വേണമായിരുന്നു എനിക്ക്. അപ്പോൾ അതുമൊക്കെ 1-2 ഐറ്റം കൂടെ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ നേരെ ബസാറിന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഞാനിപ്പോൾ ഓക്കെ ആണമ്മ, നമുക്ക് ആ വെളിയിൽ കണ്ട സ്റ്റോളൊക്കെ പോയി കാണാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു. ആ സ്റ്റോളിൻ്റെ അവിടെ പോയി അതെല്ലാം കണ്ടു. എന്തൊക്കെയോ കുറച്ച് കേക്ക്സ് നമുക്ക് അവിടെ വെച്ച് തന്നെ ഓർഡർ ചെയ്ത് ഉണ്ടാക്കി അവർ തരുന്നതും അങ്ങനെ കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ വലിയ ആൾക്ക് പറ്റൂല, അമ്മ എനിക്ക് കഞ്ഞി വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു സമൂസ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സമൂസ മാത്രമല്ല, അവിടെ നല്ല അടിപൊളി നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ കിട്ടുമായിരുന്നു. ചോല ഭട്ടൂര്, പിന്നെ ചായ കോഫി ഉണ്ടായിരുന്നു, പിന്നെ കച്ചോടി ഉണ്ടായിരുന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ കുറച്ചുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ എനിക്കും വലിയ ആൾക്കാരുടെ ചോല ഭട്ടൂര വാങ്ങി. അപ്പോൾ കൊച്ചാൾ പറഞ്ഞു എനിക്കിനിയും വേണ്ട, കഞ്ഞി മതി എന്ന് പറഞ്ഞു. അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾ കഞ്ഞിയൊക്കെ കുടിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരിയെങ്കിലും കുടിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിങ്ങി പോന്നു. ആൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ഛർദിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആളൊന്നുകൂടെ എനർജറ്റിക് ആയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 6:30 ആയപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് ഓറിയാമാളിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നടന്ന് സ്കൂട്ടി വെച്ചിടത്തേക്ക് പോവാണ്. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്ക് ഭയങ്കര കേട്ടോ. അപ്പോൾ പിന്നെ 7:30 ആയുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, അതുപോലെ തിരക്കായിരുന്നു. ഒരു വിധത്തിൽ ഞങ്ങൾ സ്കൂട്ടി വെച്ചിടത്തേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.